പ്രിയപ്പെട്ടവരെ, ഇന്ന് പിറ കണ്ടു കഴിഞ്ഞാൽ ഷാബാൻ്റെ ഒന്നാം രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട ദിക്റുകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാബാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, ഖുർആൻ ഓതുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കൂടാതെ അനുബന്ധപ്പെട്ട ദിക്റുകളും ദുആകളും നമ്മൾ ഈ വീഡിയോയിൽ ഹ്രസ്വമായിട്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
കൊണ്ട് തന്നെയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചത് ഷഅബാൻ മാസത്തിലും നമ്മൾ ഏത് ദുആ കണ്ടിന്യൂ ചെയ്യണം പറഞ്ഞത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഈ ദുആ റമളാൻ മാസം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ, അതായത് റമളാൻ ഒന്നാകുന്നതിന് മുമ്പ് ഷാബാൻ 29 വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ദുആയാണ് ഈ ദുആ എന്ന് പറയുന്നത്. അത് നമ്മൾ 5 വക്ത് നമസ്കാരത്തിലും ശേഷവും നമുക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് ആ സമയത്തെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം റജബ് മാസത്തിൽ നമുക്ക് കിട്ടാത്ത ബർക്കത്ത് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകളും ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു ചേരുന്ന ഈ പവിത്രമായ ഷാബാൻ മാസത്തിൽ നമുക്ക് നൽകാൻ അതൊരു കാരണമാകും. കൂടാതെ ഷാബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള കൂടുതൽ നന്മകളും റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു തരുന്ന ഈ മാസത്തിൻ്റെ പവിത്രത നമുക്ക് നേടിയെടുക്കാൻ ഈ ഒരു പവിത്രമായ ദിക്റിലൂടെ സാധിക്കും. കൂടാതെ ആരോഗ്യത്തോടു കൂടി, ആഫിയത്തോടു കൂടി, ദീർഘായുസ്സോടു കൂടി റമളാൻ മാസത്തിലേക്ക് എത്തിപ്പെടാനും ഈ പവിത്രമായ ദുആ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഷാബാൻ മാസം ഉടനീളം ഈ മാസം 30 പൂർത്തിയാകും വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ തുടങ്ങുന്ന ദിക്ർ. അതിനാൽ തന്നെ എല്ലാവരും ഈ ദുആ മാക്സിമം പ്രാവർത്തികമാക്കണം. ദുആ എല്ലാ അവസരത്തിലും ചൊല്ലണമെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർത്തു ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ദുഖാൻ പാരായണമാണ്. അത് ഉറപ്പല്ലേ, സ്വർഗാവാസികൾക്ക് തീർച്ചയായിട്ടും ഈ സൂറത്ത് മറക്കാൻ സാധിക്കുകയില്ല എന്നത് മാത്രമല്ല, അവർ നിരന്തരമായി അത് പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. അതിനാൽ തന്നെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു ഷോർട്ട് കട്ട്, ഒരു എളുപ്പവഴിയാണ് സൂറത്ത് ദുഖാൻ എന്ന് പറയുന്നത്. ഈ സൂറത്ത് ദുഖാൻ്റെ ഫസ്റ്റത്തെ 8 ആയത്ത് അത് നമ്മൾ ഷാബാൻ 14-ാം രാവ് വരെ നമ്മൾ 15 തവണ നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഷാബാൻ 1-ാം രാവിൽ തന്നെ നമ്മളിത് തുടങ്ങാൻ വേണ്ടി തയ്യാറാവണം. അതിനാൽ ഒരുപാട് ബർക്കത്തും റഹ്മത്തും ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ പാരായണം, ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷാബാൻ രാവ് 1 ആവുമ്പോൾ തന്നെ നമ്മൾ 15 തവണ ഈ ഒരു ആയത്ത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ 14-ാം രാവ് നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു കയറി വരുമ്പോൾ ഷാബാൻ 30 വരെ നമ്മൾ ഈ ആയത്ത് 30 തവണയും പാരായണം ചെയ്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ഓഫറുകളാണ് നമുക്ക് ചൊരിഞ്ഞു തരുന്നത്. അതിനാൽ തന്നെ 70,000 മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഈ ഓതുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യവും മഹത്വവുമുള്ള സൂറത്ത് നമ്മളെല്ലാവരും ഓതാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. തന്നെ 1000 ഹസനാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. ഈ പരിശുദ്ധമായ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് 1000 ഹസനാത്ത് രേഖപ്പെടുത്തും, 1000 സയ്യാത്ത് മായ്ച്ചു കളയും. അതാർക്കാ? ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക്. ആദ്യത്തെ 8 ആയത്ത് 15 പ്രാവശ്യവും പിന്നീടുള്ള ബാക്കി ആയത്ത് 1 പ്രാവശ്യവും, അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പാരായണം ചെയ്യേണ്ടത്. അത് നമ്മൾ ഷാബാൻ രാവ് വരെ, ഷാബാനിൽ ഈ 8 ആയത്ത് 30 പ്രാവശ്യവും ബാക്കി 1 പ്രാവശ്യവും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ് കൊടുക്കുന്നത്. കൂടാതെ അവരെ 1000 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയും ചെയ്യും. അപ്പം അത്രത്തോളം പ്രാധാന്യം മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് ദുഖാൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നമ്മൾ മാക്സിമം ഈ പരിശുദ്ധമായ സൂറത്തിനെ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. പറയാനുള്ളതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷാബാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മഗ്‌രിബ് എന്ന നമസ്കാരം ജമാഅത്തായിട്ട് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവണം. പുരുഷന്മാർ പള്ളിയിൽ പോയിട്ടും സഹോദരിമാർ അവരുടെ വീട്ടിൽ ഭവനത്തിൽ വെച്ചും മാക്സിമം ജമാഅത്ത്
അത് നമ്മൾ നിറവേറ്റാൻ വേണ്ടി തയ്യാറാവണം. കാരണം എന്തെന്നാൽ ഷാബാൻ മാസം ആ ഒന്നാം രാവ് നമ്മൾ മൊത്തം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്ത് ചെയ്തതായിട്ട് കണക്ക് കൂട്ടാൻ ഈ ജമാഅത്ത് അതൊരു കാരണമാണ്. അതിനാൽ തന്നെ മഗ്രിബ്, ഇശാ, സുബ്ഹ് ഇത് മൂന്നുമായ നൂറിൻ അല നൂറാണ്. അപ്പോൾ അത്രത്തോളം പ്രതിഫലം നമുക്ക് നേടാനും സാധിക്കും. കൂടാതെ അതിൻ്റെ ഒരു മഹത്വം നമുക്ക് ലഭിക്കും. എങ്കിൽ പോലും മഗ്രിബ്, ഇശാവും അത് നമ്മൾ പരമാവധി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാവണം. എന്നാൽ ഷാബാൻ മാസത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയതായിട്ട് അള്ളാഹുവിൻ്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തുമെന്നതാണ് ഹദീസിൽ വ്യക്തമാകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ജമാഅത്ത് കൃത്യമായിട്ട് നിറവേറ്റാൻ വേണ്ടി തയ്യാറാകണം എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.
പിന്നെ പ്രിയപ്പെട്ടവരെ, പത്താമതായി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് പത്താമതായിട്ട് എണ്ണാമെന്നുള്ളത് ഈ ഒരു ദിക്കർ, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് തുടങ്ങുന്ന റജബ് മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന ഈ ദിക്കർ, അത് നമ്മൾ ഷാബാൻ മാസം 30 വരെ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി തയ്യാറാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രാവർത്തികമാക്കുന്ന വ്യക്തിയെക്കുറിച്ച് അവൻ്റെ മലക്കുകളോട് പറയുന്നത്, ഇവരെ ഏടുകൾ കരിയിച്ചു കളാം, ഇവരെ തിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ കരിയിച്ചു കളയാനാണ് പറയുന്നത്, മായ്ക്കാനല്ല പറയുന്നത്, കരിയിച്ചു കള. അപ്പോൾ അത്രത്തോളം നമ്മളുടെ തിന്മകൾ, നമ്മൾ ചെയ്ത സയ്യാത്ത്, വൻദോഷവും ചെറുദോഷങ്ങളെല്ലാം കരിയിച്ചു കളയുന്ന പവിത്രമാക്കപ്പെട്ട പൂരിശിയുള്ള ഒരു ദിക്കറാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് തുടങ്ങുന്ന ഈ ദിക്കർ. അത് നമ്മൾ മാക്സിമം അസറിൻ്റെ ശേഷം നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഷാബാൻ്റെ ഉടനീളം എല്ലാ ദിവസവും നമ്മൾ അസറിൻ്റെ സമയത്തും പിന്നെ മഗ്‌രിബിൻ്റെ സമയത്തുമെല്ലാം ഉരുവിടാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.